everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേസി ഓഫ് ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ ഇവിടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമുക്കറിയാം കുട്ടി ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യ പേപ്പറിൽ വരികയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊക്കെ പഠിച്ചിരിക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിപ്പോയി. സോ ഞാൻ നമ്മുടെ ഈ ഒരു സെഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈനറ്റിക് തിയറി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിലത്തെ ചോദ്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത്തരം ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞവർ, ഒരൊറ്റ പ്രാവശ്യങ്ങളും റിവിഷൻ കഴിഞ്ഞവർ ഈ ഒരു സെഷൻ കാണാം. ഇനി ഇതുവരെ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നേരെ കയറിയിട്ട് വീഡിയോസിൽ പോയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് തിയറിയുടെ വെറൈറ്റി ഓഫ് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ആ വീഡിയോസ് ഒക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. അടിപൊളി വീഡിയോസ് ആണ്, എല്ലാം അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പാർട്ട് മീൻസ് വീഡിയോസ് ആണ്. റിവിഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താ പറയുക ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. സോ മാക്സിമം ആ വീഡിയോസ് ഒക്കെ കാണാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അതേപോലെ തന്നെ എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇനി എക്സാമിന്റെ തലേ ദിവസം ഇതുവരെ ആ ചാപ്റ്റർ പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സെഷനെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പോവുക. ബിഫോർ ദാറ്റ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. സോ മാക്സിമം അതൊക്കെ എന്ത് ചെയ്യുക, യെസ് അതൊക്കെ എൻജോയ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ. സോ മക്കളെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. 2016 ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ടേം മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് സക്സസീവ് കൊളീഷൻസ്, അല്ലെ ഒരു മോളിക്യൂളിന്റെ രണ്ട് സക്സസീവ് കൊളീഷൻസിനിടയിൽ എടുക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ വാല്യൂ ഇസ് 1/√2 n pi d square. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? യെസ് ഓഫ് കോഴ്സ് ഡയമീറ്റർ, സൈസ് ഓഫ് ദി മോളിക്യൂൾ ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി, കാരണം n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്പർ ഡെൻസിറ്റി ആണ്. ഓക്കെ, നമ്പർ ഡെൻസിറ്റി. ഓക്കെ, n is equal to the number density ആണ്. So number density എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n is equal to n by v. So അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം lambda which is equal to 1/√2. √2 മാത്രമേ ഉള്ളൂ. n number density pi d square. d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is diameter of the molecule ആണ് കേട്ടോ, diameter ആണ്. So definitely diameter അതായത് അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡെൻസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്താണ് ഡെഫിനിഷൻ, അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഈ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചോദിക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ആ ചാപ്റ്റർ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടില്ല. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ, റൈറ്റ് 4 postulates of kinetic theory of gas. അത് നമ്മൾ എത്രയോ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ? നമ്മൾ പറഞ്ഞ ഒരു ഗ്യാസ് നമ്മൾ എടുത്തു, ഒരു കണ്ടെയ്നർ നിറയെ ഗ്യാസ് എടുത്തു. അതിലെങ്ങനെയായിരിക്കും? കുറേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഇവന്മാരൊക്കെ എന്തായിരിക്കും? റാൻഡം മോഷൻ ആയിരിക്കും, അല്ലടാ, റാൻഡം മോഷൻ ആയിരിക്കും. ആൻഡ് ദ കമ്പൈൻഡ് വോളിയം ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ. കാരണം എന്തുവാടാ, ഇവിടെ നോക്കിക്കേ, നമ്മൾ രണ്ട് മോളിക്യൂളിന് എടുത്തിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, രണ്ട് മോളിക്യൂൾസും തമ്മിലുള്ള ഡിസ്റ്റൻസും ഇവന്മാരുടെ സൈസും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സൈസ് ഇസ് അറൌണ്ട് 2 ആംസ്ട്രങ്. 2 ആംസ്ട്രങ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? 2 × 10⁻⁻10 മീറ്റർ. ഓക്കെ, സോ ഇത്രയും ചെറുതായിരിക്കും ആ സൈസ് എന്ന് പറയുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ് സൈസ് എന്ന് പറയുന്നത്. സോ സൈസ് ഇസ് നെഗ്ലിജിബിൾ. ദിസ് പാർട്ടിക്കിൾസ് എക്സർട്ട് നോ ഫോഴ്സ് ഓൺ വൺ അനദർ. എനി കൊളീഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇസ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. അതായത് ഈ മോളിക്യൂൾസ് ചെന്നിട്ട് അടുത്ത മോളിക്യൂളിനെ കൊണ്ടുപോയി ഇടിച്ചാലും അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ വോൾസിൽ കൊണ്ടിടിച്ചാലും ദാറ്റ് മസ്റ്റ് ബി ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ മൊമെന്റവും എന്തായിരിക്കും അവിടെ? ഇറ്റ് വിൽ ബി കൺസേർവ്ഡ്. ഓക്കെ അല്ലേ? പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. റാൻഡം മോഷൻ ആയിരിക്കും, സൈസ് നെഗ്ലിജിബിൾ ആണ്, ആൻഡ് വിച്ച് ഇസ് നോട്ട് എക്സേർട്ടിങ് എനി ഫോഴ്സ് ഓൺ വൺ അനദർ, ആൻഡ് ദസ് കൊളീഷൻസ് ആർ ഇലാസ്റ്റിക് ആണ്. സോ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം വിൽ ബി കൺസേർവ്ഡ്. നെക്സ്റ്റ് വൺ, no real gas is truly ideal. What does a real gas approach ideal gas behavior? എപ്പോഴാണ് സംഭവിക്കുക? അതായത് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനോട് അടുത്ത് കിടക്കുക എപ്പോഴായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഹൈ ടെമ്പറേച്ചർ അല്ലേ, ഓൾസോ low pressure. This is the condition. So ഇത് മറക്കാതെ തെറ്റിക്കാതെ എഴുതണം കേട്ടോ. ഹൈ ടെമ്പറേച്ചർ ആണ്, ലോ പ്രഷർ ആണ്. ഡിഫൈൻ ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. നമുക്ക് ഈ പേര് തന്നെ സ്വന്തമായിട്ടുള്ള വേർഡ്സിൽ എഴുതാൻ പറ്റും. എനർജിയുടെ
പാർട്ടീഷൻ ആണ് അല്ലെ. അതെങ്ങനെയാണ്? ഇക്വിപാർട്ടീഷനാ. യെസ്, ഈക്വലി ഉള്ള പാർട്ടീഷനാ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ടോട്ടൽ എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത്? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഹാഫ് KBT വെച്ചിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത്. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3നും എന്ത് കിട്ടും? യെസ്, ഹാഫ് KBT, ഹാഫ് KBT, ഹാഫ് KBT. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടീഷൻ, എനർജിയുടെ ടോട്ടൽ എനർജിയുടെ പാർട്ടീഷൻ വരുന്നത്. സോ ദ ലോ ഓഫ് എനർജി of equipartition states that the energy for every dynamic system in thermal equilibrium is evenly shared among the degrees of freedom, and each molecule's energy associated with each degree of freedom is half KBT. Okay അല്ലേ? half KBT. KB is the Boltzmann constant ആണ് ട്ടോ. KB is the Boltzmann constant ആണ്, and T is the absolute temperature. ഓക്കെ, ഗോട്ട് ഇറ്റ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ, ഇപ്പം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഇതിപ്പം 3ാമത്തെ ചോദ്യമാണ്. സോ ഏതെങ്കിലും ചോദ്യം മനസ്സിലാവാത്തതോ കിട്ടാത്തതോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, ആൻസർ. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ദിസ് ഇസ് 2015 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സിമ്പിൾ. PV is equal to nRT. ഓക്കെ, PV is equal to nRT. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഷർ ആണ്. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സോറി, V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വോളിയം ആണ്. ആൻഡ് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, which is the value is 8.314 ജൂൾ Kelvin, mole raised to -1, Kelvin raised to -1. ഓക്കെ അല്ലേ? ഇതാണ് യൂണിറ്റ് വരുന്നത്. ക്ലിയർ അല്ലടാ? T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് PV is equal to μRT എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ mu എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് മോൾസ് തന്നെയാണ് കേട്ടോ. A gas is made up of hydrogen and oxygen molecule. Which molecule moves faster? So നമുക്ക് RMS സ്പീഡ് അറിയാം അല്ലെ. RMS സ്പീഡിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു. √3RT ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. സോ ഇവിടെ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് ഏത് മോളിക്യൂളിനാണോ കൂടുതൽ മാസ്, ഓക്കെ അല്ലെ, മാസ് കൂടുതൽ ഏതിനാണോ ആ മാസ്, ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ അല്ലെ, VRMS-ഉം അതേപോലെ തന്നെ മാസും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സോ മാസ് ഏതിനാണോ കൂടുതൽ അതിന് സ്പീഡ് കുറവായിരിക്കും. സോ നമുക്കറിയാം മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, ഓക്കെ, മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് പറയാം? മാസ് കുറഞ്ഞ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അവനായിരിക്കും കൂടുതൽ സ്പീഡിൽ പോകുന്നത്. ദിസ് ഇസ് ഓൾസോ 2015 ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ എത്രാമത്തെ ചോദ്യത്തിലാണ് നിൽക്കുന്നത്? 5 അല്ലേ? യെസ്, 5ആണ്. ഓക്കെ അല്ലടാ? സോ ഏത് മോളിക്യൂൾ ആണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് ഫൈൻഡ് ദ റേഷ്യോ. ഓക്കെ, സോ ഇവിടെ റേഷ്യോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ നമ്മൾ ആ ഇക്വേഷനിലോട്ട് വരുവാണ്. VRMS ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ കേട്ടോ. സോ ദാറ്റ് വിൽ ബി 3RT ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആരാടാ? VRMS ഓഫ് ഓക്സിജൻ. So that will be √3RT divided by MO2. Clear? ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനങ്ങ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പം 3RT പോയി. പിന്നെ ഇവിടെ റിലേഷൻ ആരെ വരുന്നുള്ളൂ? മാസിനെ മാത്രമുള്ള റിലേഷനെ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VRMS ഓഫ് ഹൈഡ്രജൻ അതേപോലെ തന്നെ VRMS ഓഫ് ഓക്സിജൻ which is equal to എന്ത് വരുവാടാ? യെസ്, മാസ് ഓഫ് ഓക്സിജൻ അല്ലെ, കാരണം ഇത് ഇവിടെ താഴെ കിടക്കുന്നപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ. സോ മാസ് ഓഫ് ഓക്സിജൻ ഇസ് 32. ഓക്കെ, റൂട്ട് ഉണ്ട് കേട്ടോ, റൂട്ട് ഉണ്ട്. 32 ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ വരുന്നത് 2 ആണ്. സോ ദിസ് വിൽ ബി ദ ആൻസർ, √16, which will give 4. ഓക്കെ, സോ ദ റേഷ്യോ വിൽ ബി 4:1. ക്ലിയർ ആണോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, സംശയമൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടത്? VRMS ഓഫ് ഹൈഡ്രജൻ, VRMS ഓഫ് ഓക്സിജൻ, ഇത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ആ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ റേഷ്യോ തന്നെ നമുക്ക് നേരെ എഴുതിയേക്കാം. സോ ഇവിടെ 3RT എന്ന് പറയുന്നത്, √3RT എന്ന് പറയുന്നത് രണ്ടിനും സെയിം വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ്ലി അത് നമ്മൾ വറി ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, സോ VRMS hydrogen divided by VRMS oxygen. So this will be equal to √3RT divided by mass of hydrogen divided by 3RT divided by oxygen. So 3RT പോയി. Mass of oxygen മുകളിലോട്ട് വന്നു, divided by hydrogen
and here it will be there is a root അല്ലെ. ഇനി അടുത്തത് നമ്മൾ ഓക്സിജന്റെ മാസ് എഴുതി, that is 32 divided by ഹൈഡ്രജന്റെ 2 ആണ്. So we will get 16 and that will be equal to 4. So this ratio will be 4/1 എന്ന് എഴുതാനായിട്ട് പറ്റും. So that means 4:1 is the ratio. Clear ആയല്ലോ? Yes, doubt ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. So this is the fifth question. ഇനി sixth question ലോട്ട് വരാം. Sixth question. The volume temperature graph of a certain amount of a perfect gas at two pressures P1 and P2 are shown. Okay, P1 ഉം P2 തന്നിട്ടുണ്ട്. Which pressure is larger, P1 or P2? അപ്പോൾ നമുക്ക് അറിയാലോടാ, അതായത് PV which is equal to nRT. So that PV by T. കാരണം ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രഷർ ആണ് അല്ലെ. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? V by T ആയിരിക്കും വരിക അല്ലെ. V by T ആയിരിക്കും വരുന്നത്. ഇതിനെല്ലാം മാറ്റാവും. Okay, yes, PV which is equal to nRT. So V by T will be equal to nR by P. So n മാറും, എന്താണ് കോൺസ്റ്റന്റ്. So definitely V by T എന്ന് പറയുന്നത് which is proportional to 1 by P ആണ്. Okay അല്ലേ. So this is a VT graph. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് which will give 1 by P. So from this we know that ഏറ്റവും കൂടുതൽ സ്ലോപ്പ് കൂടുതൽ ഏതിനാണ്? സ്ലോപ്പ് കൂടുതൽ ഉള്ളത് P2 വിനാണ്. So that means സ്ലോപ്പ് P2 വിനാണെന്നുണ്ടെങ്കിൽ that means P2 is lesser than P1. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് ഫിഗർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും P2 വിന്റെയാണ് സ്ലോപ്പ് കൂടുതൽ P1 നെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ. സ്ലോപ്പ് ഓഫ് P2 is greater than slope of P1 അല്ലെ. പക്ഷെ നമുക്കറിയാം സ്ലോപ്പ് തരുന്നത് 1 by P ആണ്. ഓക്കെ അല്ലെ. സ്ലോപ്പ് തരുന്നത് 1 by P ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ VT ഗ്രാഫ്, 1 by P ആണ്. സോ അതുകൊണ്ട് സ്ലോപ്പ് ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും കുറവ് വരുന്നത് അല്ലെ. അതിന്റെ ഇൻവേഴ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ P2 വിനായിരിക്കും പ്രഷർ വാല്യൂ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവ് വരിക, P1 കൂടുതൽ വരുന്നത്. സോ നമുക്കറിയാം പിയും വിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വോളിയം ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ 1 by V ആണ്. സോ ദാറ്റ് മീൻസ് പ്രഷർ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും വോളിയം കുറവ്. സോ ദിസ് ഇസ് ദ റിലേഷൻ. ഓക്കെ, ക്ലിയർ? So yes. In the next question ലോട്ട് നമുക്ക് പോവാം. Absolute zero is the minimum temperature that can be reached by a system. Explain why temperature below absolute zero is not possible. Absolute zero ല് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജിയുടെ റിലേഷൻ ആ ഇക്വേഷൻ നമുക്കറിയാം 2014 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഗ്യാസ് മോളിക്യൂൾ stop moving completely at absolute zero temperature and this is why this is not possible to attain temperature that is below absolute zero. It is not possible to go below absolute zero because the thermal motion of gas molecules ceases at absolute T. ഓക്കെ, സോ സിമ്പിൾ ആണ്. എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? യെസ്, കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും അല്ലെ. കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഇസ് സീറോ ആയിരിക്കും ബിലോ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇറ്റ് കാൻറ്റ് അറ്റൈൻ a temperature below absolute zero. Next one. Yes, very very important question ട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2013 മാത്രമല്ല, അതിന് മുന്നും പിന്നെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റൻ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, okay, the molecule of gas are identical in random motion. The collisions made by these molecules on walls of the container exert pressure on walls. Deduce the expression for pressure exerted by an ideal gas and also find the temperature. The RMS speed of hydrogen is double its value at STP. സോ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് മിസ് ചെയ്തായിരുന്നല്ലോ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഇസ് 7th ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് 8ാമത്തെ ചോദ്യം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് അറിയാം എന്താണ്? യെസ്, നമ്മുടെ മൊമെന്റം, അതായത് ഒരു ഒരു കണ്ടെയ്നർ എടുത്തു, അതിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് അതിലൊരു മോളിക്യൂളിന് എടുത്തു, അവന്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. അതിന്റെ X ഡയറക്ഷനിലുള്ള സ്പീഡാണ് X എന്ന് പറയുന്നത്, Vx എന്ന് പറയുന്നത്. Y ഡയറക്ഷനിൽ Vy ആണ്, Z ഡയറക്ഷനിൽ Vz ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഫോർ കൊളീഷൻ അതിന്റെ മൊമെന്റം വന്നിട്ട് MVx ആണ്, ആഫ്റ്റർ കൊളീഷൻ -MVx ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ മൈനസ് ബിഫോർ കൊളീഷൻ ആണ്. സോ ദെൻ ഇറ്റ് വിൽ ബി -MVx minus MVx. So this will be minus 2MVx വരും. So according to principle of conservation of momentum, we can write it as 2MVx. അതായത് momentum imparted on the wall in the collision as 2MVx. ഇനി അടുത്തത് നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ആണല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, സോ ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ മൊമെന്റം കണ്ടുപിടിച്ചത്. എന്തിനാ മൊമെന്റം കണ്ടുപിടിച്ചത്? കാരണം ഫോഴ്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം.
അല്ലെ? ഇതാണ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഈ ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോർമാറ്റിലോട്ട് ഇതിനെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയല്ലോ ഫോഴ്സ്, നമുക്ക് കിട്ടിയല്ലോ ഫോഴ്സ് നമുക്ക് കിട്ടി ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. പിന്റെ വാല്യൂ ആണ് -mvx എന്ന് പറയുന്നത്. ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഡെൽറ്റ ടി ടൈം കൊണ്ട് ഇവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അപ്പം ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടൈം ഡെൽറ്റ ടി എന്ന് തന്നിട്ടുണ്ട്. സോ വി ഇൻറ്റു ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെ? വി ഇൻറ്റു ഡെൽറ്റ ടി വിൽ ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടി. ഇനി അടുത്തത് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് വി ഇൻറ്റു ഡെൽറ്റ ടി അല്ലെ? ഏരിയ ഇൻറ്റു വി ഡെൽറ്റ ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ വോളിയം കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഇൻ ദിസ് വോളിയം എത്രയായിരിക്കും? യെസ്, n ഇൻറ്റു എ ഇൻറ്റു വി ഇൻറ്റു ഡെൽറ്റ എക്സ്, സോറി ഡെൽറ്റ ടി. ഇനി അതേപോലെ തന്നെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഹാഫ്, ഈ ഇത്രയും ഉള്ളതിന്റെ ഹാഫ് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് വെലോസിറ്റി vx ഹിറ്റിംഗ് ദ വാൾ ഇൻ ടൈം ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു 1/2 n ഇൻറ്റു എ ഇൻറ്റു vx ഡെൽറ്റ ടി. ക്ലിയർ ആയല്ലോ? ഇനി ഇത് എപ്പോഴാണ്? ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ആ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസിന് എത്ര മൊമെന്റം ഉണ്ടായിരിക്കും? നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തി 2mvx ആണ് മൊമെന്റം. സോ ദാറ്റ് വാല്യൂ ഇൻറ്റു ഹാഫ് ഇൻറ്റു n ഇൻറ്റു എ ഇൻറ്റു vx ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റം കിട്ടും. ഓക്കെ അല്ലെ? ടോട്ടൽ മൊമെന്റം കിട്ടും. സോ അതിൽ നമുക്ക് ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം അല്ലെ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെയും vx ഉണ്ട്, ഇവിടെയും vx ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് vx സ്ക്വയർ. സോ ദാറ്റ് മീൻസ് m ഇൻറ്റു n ഇൻറ്റു vx സ്ക്വയർ ഡെൽറ്റ ടി. ഓക്കെ അല്ലടാ? സോ മൊമെന്റം കിട്ടി, അതായത് നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഫോഴ്സ് ആണ് അല്ലെ? സോ ഈ ഡെൽറ്റ ടിയും ഈ ഡെൽറ്റ ടിയും പോയിട്ട് നമുക്ക് ഫോഴ്സ് എന്ത് വന്നു? nmvx സ്ക്വയർ. ഒരു എയും കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. n എഴുതി നമ്മൾ m എഴുതി, ഏരിയ ഉണ്ട്, vx ഉണ്ട്, ഡെൽറ്റ ടി ഇപ്പം ഇത് ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് കിട്ടി എന്താണ്? namvx സ്ക്വയർ. ഇനി പ്രഷർ ഇസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സോ വി ഗോട്ട് vx സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. എയും എയും പോയി. നമുക്ക് പ്രഷറിന് ഇപ്പൊ കിട്ടിയത് എന്താണ്? nmvx സ്ക്വയർ. പക്ഷേ നമ്മൾ ഇതിന്റെ ആവറേജ് വെലോസിറ്റി എടുത്താറുണ്ടല്ലോ, നമുക്കറിയാം ഇത് റാൻഡം മോഷനിലാണ് മോളിക്യൂൾസ് ഒക്കെ. സോ ഈ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ അല്ലേ? 0 ആയിരിക്കും. അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഫെയിൽ ആകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന വാല്യൂ എന്താണ്? RMS വാല്യൂ. ഓക്കെ അല്ലേ? RMS വാല്യൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ അറിയാം. സോ അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ആ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ഞാൻ വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ്, അതായത് റീസെന്റ് തന്നെ നമ്മൾ കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ്, നമ്മുടെ ഈ ഒരു വി സ്ക്വയർ ബാർ, ഓക്കെ ദിസ് ഇസ് ദ RMS വാല്യൂ കേട്ടോ, എന്ന് പറയുന്നത് എന്തായിരിക്കും? vx സ്ക്വയർ ബാർ പ്ലസ് vy സ്ക്വയർ ബാർ പ്ലസ് vz സ്ക്വയർ ബാർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ ഐഡിയൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ദീസ് 3 ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതി vx സ്ക്വയർ ഇൻറ്റു 3 അല്ലെ? അല്ലെങ്കിൽ 3vx സ്ക്വയർ ബാർ എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണെങ്കിൽ vx സ്ക്വയറിന് ഞാൻ ഇത് എഴുതുവാണെങ്കിൽ എനിക്ക് എങ്ങനെ വരും? 1/3 v സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു vx സ്ക്വയർ ബാർ എന്ന് വരും. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. p is equal to 1/3 nm v സ്ക്വയർ ബാർ എന്ന് എഴുതുവാണ്. സോ ദിസ് ഈസ് ദ പ്രഷർ. ഓക്കെ അല്ലേ? ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? deduce the expression for pressure of an ideal gas and also find at what temperature the RMS speed of hydrogen is doubled its value. So എടാ നമുക്കറിയാം നമ്മുടെ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, വി നോ ദാറ്റ് ഹാഫ് m അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി വി RMSന്റെ വാല്യൂ കണ്ടുപിടിച്ചതല്ലേ, √3RT ഡിവൈഡഡ് ബൈ m ആണ്. സോ ദിസ് ഇസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് v1/v2 കാണാം. v1/v2 which will be equal to √T1/T2 and v1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, v1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? v1 എന്നുള്ളത് v1 തന്നെയായിട്ടാണ് കിട്ടുക. സോ 2v1. ഓക്കെ, v2 എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ എ ആണ് അല്ലെ? സോ 2v1 എന്ന് എഴുതാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v1 ഉം v1 ഉം പോയി നമുക്ക് എന്ത് കിട്ടി? 1/2 which is equal to √T1/T2 എന്ന് വന്നു. ക്ലിയർ അല്ലടാ? യെസ്. ഇനി T1 ടെമ്പറേച്ചർ നമുക്കറിയാം 273 ആണ്. സോ 1/2 which is equal to √273 divided by T2. ഓക്കെ, ഇതിന്ന് T2 കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? യെസ്, എങ്ങനെയായിരിക്കും? 1/4 which is equal to 273 divided by T2. So 273 into 4 which is equal to T2. Okay, done? Yes. ഇനി അടുത്തത്. For a gas R is equal to
R അല്ല ഗാമയാണ് കേട്ടോ. ഗാമ ഇസ് ഈക്വൽ ടു 3/2. ഗാമ നമുക്ക് തന്നിട്ടുള്ള 3/2 ആണ്. R is the universal gas constant ആണ്. Find the values of Cp and Cv എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ഗാമ ഇസ് ഈക്വൽ ടു എന്താണ് Cp/Cv അല്ലെ, Cp/Cv ആണ് ഗാമ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ Cv എന്ന് പറയുന്നത് അല്ലെങ്കിൽ Cp - Cv which is equal to R എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ എനിക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ Cv നെ ഞാൻ എഴുതുവാണ് കേട്ടോ, Cp - R which is equal to Cv. So gamma we can write it as Cp divided by Cp minus R which is equal to 3/2. ഒന്ന് തല തിരിച്ച് എഴുതി കഴിഞ്ഞാൽ Cp - R divided by Cp which is equal to 2/3. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, 1 - R/Cp which is equal to 2/3. ക്ലിയർ? ഇനി R/Cp which is equal to 2/3, 1 plus 2/3 അല്ല 1 minus 2/3. ഓക്കെ അല്ലേ? 1 മൈനസ്, കാരണം ഇവിടെ വരുന്നത് -RCp ആണ്, അതിന്റെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും, ഇത് ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ആവും. സോ 1 minus 2/3. ഓക്കെ അല്ലേ? ദിസ് വിൽ ഗീവ് 1/3. സോ R/Cp നമുക്ക് കിട്ടി 1/3 ആണ്. ഇനി Cp കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടാ. Cp will be equal to എന്തായിരിക്കും? Cp will be equal to 3R ആയിരിക്കും. ഓക്കെ, ഇനി Cp which is equal to 3R കിട്ടിയിട്ടുണ്ടെങ്കിൽ Cp minus Cv R ആണ്. So 3R minus Cv which is equal to R. So 3R minus R which is equal to Cv. ക്ലിയർ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ ആണ്. ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരുപാട് എഴുതിയിരിക്കുന്നു, അതൊന്നും കണ്ട് പേടിക്കണ്ട. വെരി സിമ്പിൾ ട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് ഗാമ Cp/Cv which is equal to 3/2 എന്നറിയാം. ഓക്കെ, ആൻഡ് ഓൾസോ വി നോ ദാറ്റ് R is equal to Cp minus Cv. സോ ഞാൻ Cp minus R എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ? Cv which is equal to Cp minus R. ഇവിടെ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്പർ വന്നിട്ട് 8. This also 8 ന്റെ ഭാഗം തന്നെയല്ലേ? 8. This is 9. Okay. So Cv is equal to Cp minus R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗാമയ്ക്ക് തന്നെ ഞാൻ എങ്ങനെ എഴുതി? Cp divided by Cp minus R which is equal to 3/2. ഇനി Cp minus R divided by Cp which is equal to 2/3. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. ഇനി അടുത്ത എന്താ ചെയ്തത്? യെസ്, നമ്മൾ എഴുതി 1 minus R/Cp which is equal to 2/3. So 1 minus 2/3 becomes R/Cp. Okay, so 1/3 which is equal to R/Cp. So Cp will be equal to 3R. Clear ആയല്ലോ? Cp is equal to 3R. ഇനി Cp minus Cv which is equal to R ആണ്. So ഇനി നമുക്ക് Cp ന്റെ വാല്യൂ അറിയാം, that is 3R. So 3R minus Cv which is equal to R ആയിരിക്കും. So 3R minus R which is equal to Cv. That means 2R which is equal to Cv. ഇന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. ഇനി അടുത്തത്, two vessels of the same size are at the same temperature. One of them contain 1 kg of hydrogen, molecular weight 2 ആണ് ഹൈഡ്രജന്റെ, and the other contains 1 kg of nitrogen and other 28 ആണ് വരുന്നത്. Which one of the vessels contain more molecules എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So molecular weight of H2 is less than that of oxygen. Definitely അല്ലെ, molecular weight of oxygen അല്ല, നൈട്രജൻ ആണ് കേട്ടോ. ഓക്കെ, നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഹൈഡ്രജനെക്കാട്ടിലും കുറവാണ്. ഹൈഡ്രജൻ ആണ് കുറവ്. ഓക്കെ, നൈട്രജൻ കൂടുതൽ, ഹൈഡ്രജൻ കുറവ്. സോ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 kg വിൽ ബി, കാരണം രണ്ടിന്റെയും എന്താണ്? യെസ്, 1 kg ആണ്. സോ ഡെഫിനറ്റ്ലി നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ ഏതിനായിരിക്കും? O2-നായിരിക്കും കൂടുതൽ. ഓക്കെ, കൂടുതൽ വരുന്നത്. ഓക്കെ അല്ലേ? അല്ല, ഇത് മോളിക്കുലാർ വെയിറ്റ് കൂടുതൽ വരുന്നത് നൈട്രജൻ ആണ് അല്ലെ. നൈട്രജന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് ഹൈഡ്രജനെക്കാട്ടിലും കൂടുതൽ വരുന്നത്. സോ ഡെഫിനറ്റ്ലി രണ്ടും ഉള്ളത് 1 kg
1 kg ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഡെഫിനറ്റ്ലി കൂടുതൽ ആർക്കും ഉണ്ടാവുക ഹൈഡ്രജൻ ആയിരിക്കും, കാരണം അതിന്റെ അല്ലേ മോളിക്കുലാർ വെയിറ്റ് കുറവ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി മോൾസ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ വരുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ വരുന്നത് വിൽ ബി H2. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് പ്രഷർ ഓഫ് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് വൺ ഹൈ പ്രഷർ ഏതിനായിരിക്കും? ഓക്കെ, സോ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/3 Nm(v²) ബാർ ആണ്. So from this we understood that pressure is proportional to v square ആണ്. ഇനി കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഹാഫ് mv² = 3/2 kBT ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, v² എന്ന് പറയുന്നത് എന്തിനും കൂടെ റിലേറ്റ് ചെയ്യുന്നുണ്ട്? യെസ്, മാസ് എമ്മിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം v is equal to Vrms which is equal to √3RT/m. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് റിലേഷൻ ആണ്. പ്രഷർ എന്ന് പറയുന്നത് വെലോസിറ്റിനെയും അതേപോലെ തന്നെ ആരിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മാസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ മോളിക്യൂൾ. therefore more pressure is exerted on the H2 gas. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഏറ്റവും കൂടുതൽ വരുന്നത് നൈട്രജനും അതേപോലെ തന്നെ കുറവ് വരുന്ന ഹൈഡ്രജനും ആണ്. സോ ഡെഫിനറ്റ്ലി മോർ പ്രഷർ ആർക്കായിരിക്കും? H2 നായിരിക്കും, കാരണം ഇൻവേഴ്സ് റിലേഷൻ ആണ് മാസും പ്രഷറും തമ്മിൽ വരുന്നത് കേട്ടോ. ആ റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം ഫസ്റ്റ് പ്രഷറിന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തു, ആൻഡ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ആ വെലോസിറ്റി മാസും തമ്മിലുള്ള റിലേഷനിലോട്ട് നമ്മൾ വന്നു. ഓക്കെ അല്ലേ? സോ ഡെഫിനറ്റ്ലി വി അണ്ടർസ്റ്റുഡ് ദാറ്റ് മാസ് ഏതിനാണോ കൂടുതൽ വരുന്നത് അതിന് വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കുറവാണെങ്കിൽ അതിന്റെ പ്രഷറും ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. നെക്സ്റ്റ്, the root mean square velocity of molecules of a gas depends on temperature only. Find the temperature at which RMS velocity of a gas at 0 degrees Celsius will get. ഇതിന്റെ സെയിം ഫോർമാറ്റ് ഉള്ള ക്വസ്റ്റൻ നമ്മൾ നേരത്തെ ചെയ്തത്. നമുക്കറിയാം Vrms which is equal to √3RT/m ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻ നമ്മൾ എന്താ പറയാ V2/V1 ചെയ്യുന്നു. സോ we will get it as T1/T2, and here V2 ന് പകരം നമ്മൾ 2V1 എടുത്തു. സോ this will becomes 2 which is equal to √T1/T2. again നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ we will get T2/T1, T1/T2. സോ നമുക്കിവിടെ T1 ന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ റിലേഷൻ. നെക്സ്റ്റ്, മെൻഷൻ 2 conditions under which the real gases obey ideal. സിമ്പിൾ, ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ. എഴുതി പഠിക്കുക കേട്ടോ, മാക്സിമം ടൈംസ് എഴുതി പഠിക്കുക, കാരണം തെറ്റാൻ ചാൻസ് ഉണ്ട്. തല തിരിച്ച് എഴുതരുത്, കാരണം അത്രയും ഈസി ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് തല തിരിച്ച് എഴുതിയിട്ട് മാർക്ക് കളയേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ്, അപ്പൊ കുറെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ നമ്മൾ മിസ് ചെയ്തു. 9 and this is 10. This is 11, 12, 13. Okay, estimate the average thermal energy of helium atom at a temperature 27 degree. So 27 degree എന്ന് പറയുമ്പം ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? +273 ചെയ്തിട്ട് നമ്മൾ കെൽവിനിലോട്ട് ആക്കണം. സോ 273 + 27 becomes 300 കെൽവിൻ എന്ന് വരും കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ ടെമ്പറേച്ചറിനെ മാറ്റി. ഇനി ആവറേജ് തെർമൽ എനർജി അല്ലേ? സോ നമുക്കറിയാം which is equal to 3/2 kBT ആണ്. ഓക്കെ അല്ലേ? കാരണം ഹീലിയം ആണ്. ഹീലിയം ഇസ് എ മോണോ അറ്റോമിക് ആണ് അല്ലെ? മോണോ അറ്റോമിക് ആണ്. സോ യെസ്, നമുക്ക് 3/2 kBT വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് 1.38 × 10⁻23 ആണ്, ഇൻറ്റു 3/2 ഇൻറ്റു ടെമ്പറേച്ചർ വന്നിട്ട് 300 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 6.21 × 10⁻25 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആദ്യം ടെമ്പറേച്ചറിനെ മാറ്റണോട്ടോ, തെറ്റിക്കരുത് കേട്ടോ. എപ്പോഴും ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ട് മാറ്റിയിട്ട് വേണം ടെമ്പറേച്ചർ ചെയ്യാനായിട്ട്. പിന്നെ അവിടെ ഉള്ളത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം 1.38 × 10⁻23 ആണ്. ആൻഡ് ഓൾസോ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, 2017 ചോദിച്ചിട്ടുള്ളതാണ്. ഇനി mean free path of a gas molecule is inversely proportional to the number of molecules per unit volume. n അല്ലേ? number of molecules per unit volume, നമ്മുടെ number density. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ബാക്കി എല്ലാ റിലേഷനും ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. സോ ഹെൻസ് ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. Which of the following is not an assumption of kinetic theory of gas? The volume occupied by the molecule of a gas is negligible. അതൊരു പോസ്റ്റുലേറ്റ് ആണ്, അല്ല ഒരു അസംപ്ഷൻ ആണ്. ഇനി the force of attraction between the molecules is negligible. Okay, അതും നമുക്ക് പറയാം. The collision between the molecules are elastic. അതും നമുക്ക് പോസ്റ്റുലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അസംപ്ഷൻ ആയിട്ട് പറയാം. All molecules have the same speed. അല്ല, അത് തെറ്റാണ് കേട്ടോ. എല്ലാം റാൻഡം മോഷൻ ആണ്, ഡിഫറെന്റ് വെലോസിറ്റീസിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ അല്ലടാ? യെസ്.
യെസ്, നെക്സ്റ്റ് വൺ. Estimate the total number of air molecules, oxygen, nitrogen, water vapor and other constituents in a room of capacity 25 meter cube at a temperature 27 degrees Celsius and 1 atm pressure. So ഇവിടുത്തെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം is actually എന്താണ് 25 meter cube ആണ്. ഓക്കെ അല്ലടാ. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? യെസ്, 273 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും 300 കെൽവിൻ എന്ന് കിട്ടി. ഓക്കെ അല്ല. അപ്പൊ ടെമ്പറേച്ചറും കിട്ടി, അപ്പം വോളിയം കിട്ടി, ടെമ്പറേച്ചർ കിട്ടി. ഇനി 1 atm ആണ്. അതിനെ നമ്മൾ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ we will get 1.013 into 10 to the power 5 പാസ്കൽ എന്ന് വരും. ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമുക്കറിയാം PV is equal to NKBT അല്ലെ, NKBT. സോ ഇവിടെ നമുക്ക് പ്രഷറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, വോളിയത്തിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ടെമ്പറേച്ചറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. KB ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതെന്താണ്? 1.38 into 10 to the power minus 23 ആണ്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് n മാത്രമല്ലേ കണ്ടുപിടിക്കാനുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് PV divided by KBT which is equal to n ആണ്. സോ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.013 into 10 to the power 15 ആണ്. ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 മീറ്റർ ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ KB 1.38 into 10 to the power minus 23 into temperature 300. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് അറൌണ്ട് 6.11 into 10 to the power 16 ആണ് കേട്ടോ കിട്ടാം. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് വൺ. Estimate the average thermal energy of helium atom at a room temperature 27 degrees Celsius. Again, temperature എത്രയാണ്? 300 Kelvin ട്ടോ. Okay, ഇനി average thermal energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 3/2 kBT. Okay, KB ന്റെ വാല്യൂ അറിയാം, T ന്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. 27 degrees Celsius, that is 300 Kelvin. So 3/2 into 1.38 into 10 to the power minus 23 into 300. Okay, yes. ഇനി അടുത്തത്. The temperature on the surface of the sun. ഓക്കെ, അത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 600 ആണ്. സോ അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, അഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. സോ T is equal to 600 ബോൾസ്മാൻ കോൺസ്റ്റന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡൺ. ആൻഡ് അത് കെൽവിനിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നമുക്കത് എന്താ പറയാ, വേറെ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. On reducing the volume of gas at on reducing the volume of gas at unvarying temperature, the pressure of the gas increases. Okay, explain the phenomena on the basis of kinetic theory of gas. On reducing the volume, definitely നമുക്ക് എന്താ പറയുക, ഓരോ മോളിക്യൂൾസിന്റെയും അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം കുറയും അല്ലെ, വോളിയം കുറയുന്നതിനനുസരിച്ചിട്ട്. സോ ഡെഫിനറ്റ്ലി ആ സ്പേസ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ അല്ലെ, ഇപ്പം അത് റെഡ്യൂസ് ചെയ്തിട്ട്, ഓക്കെ അല്ലെ, ഇപ്പം അത് റെഡ്യൂസ് ചെയ്തിട്ട് ഇത്രത്തോളമായി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ, അപ്പം ഇവിടെ ഇത്രയും മോളിക്യൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അവന്മാരൊക്കെ എന്തേ ഇതിന്റെ ഉള്ളിലോട്ട് വരേണ്ടി വന്നു അല്ലെ. ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് വോളിയത്തിൽ, ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മളൊരു യൂണിറ്റ് വോളിയത്തിൽ എടുത്തത് 5 മോളിക്യൂൾ ഉള്ളെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ അവിടെ എന്തുണ്ട്, 7 മോളിക്യൂൾസ് വരെയുണ്ട്. കുറച്ചും കൂടെ അതിന്റെ സ്പേസ് റെഡ്യൂസ് ചെയ്യുക, 8, 9 വരും. മനസ്സിലായല്ലോ, ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ യൂണിറ്റ് വോളിയത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്പേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ വോളിയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു എന്താ പറയാ, മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം കൂടും. Okay, space കുറഞ്ഞാൽ അല്ലെങ്കിൽ വോളിയം കുറഞ്ഞാൽ. As a result, more molecules collide with walls of the vessels when considered per second. Hence, a larger momentum is transferred to the walls in each second. This is the reason that pressure of the gas increases. എടാ സിമ്പിൾ. അതായത് ഇപ്പൊ എന്താ, ഇങ്ങനെ നിൽക്കുന്ന 2 മോളിക്യൂൾസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇത്രയും സ്ഥലമുണ്ട്. അപ്പം വല്ലപ്പോഴും ഇവർ തമ്മിൽ കൂട്ടിമുട്ടുള്ളൂ അല്ലെ, എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വല്ലപ്പോഴും മാത്രമേ അവന്മാരെ കൂട്ടിമുട്ടത്തുള്ളൂ. പക്ഷേ ഇവർ തമ്മിലുള്ള സ്പേസ് ലിമിറ്റഡ് ആക്കി, ഇത്രയും പോകുന്ന സ്പേസേ ഉള്ളൂ. അപ്പൊ ഇവന്മാർക്ക് എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും എപ്പോഴൊക്കെയോ എന്താവും, കൂടുതൽ കൊളീഷൻസിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൊളീഷൻസിനുള്ള ചാൻസസ് കൂടുമ്പം തീർച്ചയായിട്ടും എന്താവും, യെസ്, മൊമെന്റം അവിടെ ഇൻക്രീസ് ആവുന്നു. ദാറ്റ് മീൻസ് പ്രഷർ ഇൻക്രീസ് ആവും. ഓക്കെ, what are the different ways to increase the number of molecules, molecular collisions per unit time against the walls vessels contained in a gas? The number of collisions per unit time can be increased by the following ways. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് എന്താണ്, യെസ്, ഇവന്മാരുടെ സ്പീഡ് കൂടും, അപ്പോൾ കൊളീഷൻസിനുള്ള ചാൻസസ് കൂടും. ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ വോളിയം ഡിക്രീസ് ചെയ്യാം. ഓക്കെ അല്ലടാ, യെസ്. നെക്സ്റ്റ് നമ്മുടെ NCERT ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. ഫ്ലാസ്ക് കണ്ടെയ്ൻസ് ആർഗൺ. ഓക്കെ, 20th ക്വസ്റ്റൻ, നമ്മുടെ last question top. Okay, a flask contains argon, chlorine in the same ratio 2:1 by mass.
ഓക്കെ അല്ലേ? അതായത് നമ്മളൊരു ഫ്ലാസ്കിൽ ആർഗൺ എടുത്തിട്ടുണ്ട്, ഓക്സിജൻ എടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള മാസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 ആണ്. ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഇസ് 27 ഡിഗ്രി സെൽഷ്യസ്. ആ ഫ്ലാസ്കിന്റെ, അതായത് ഇപ്പോൾ ഈ ആർഗണും ഓക്സിജനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒബ്റ്റെയിൻ ദ റേഷ്യോസ് ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ. ഓക്കെ, ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ. ഓക്കെ, അതെന്താണ്? ദിസ് ഇസ് ദ കേസ് ഓഫ് ആർഗൺ ആൻഡ് ദിസ് ഇസ് ദ കേസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, സോ എടാ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്കറിയാം ഈ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? 3/2 kBT അല്ലെ? 3/2 kBT എന്ന് പറയുന്നത് ഇതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് ഇത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചർ. കാരണം ഇത്രയും സാധനങ്ങൾ എന്താ? കോൺസ്റ്റന്റ് ആ, പിന്നെ ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ടെമ്പറേച്ചർ അല്ലെ, ഇവിടുത്തെ ഈ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് ഒരേ ഫ്ലാസ്കിലല്ലേ? 27 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരേ ഫ്ലാസ്കിലല്ലേ ഇവർ ഇരിക്കുന്നത്? സോ തീർച്ചയായിട്ടും ഇവരുടെ ടെമ്പറേച്ചറിന്റെ റേഷ്യോസ് എടുക്കുമ്പോൾ ആ റേഷ്യോ എത്രയായിട്ട് വരും? അതായത് ഇവിടെ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ആകെ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ടെമ്പറേച്ചർ ഓക്സിജൻ. ഓക്കെ, സോറി ഓക്സിജൻ അല്ലല്ലേ, ക്ലോറിൻ ആണ്. ഓക്കെ, സോ ഈ റേഷ്യോ ടെമ്പറേച്ചർ രണ്ടിന്റെയും സെയിം ആയതുകൊണ്ട് തന്നെ ആ റേഷ്യോ എന്തായിരിക്കും? 1/1 അല്ലെ? 1 ആയിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ്ലി ദ കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? കണ്ടുപിടിക്കാൻ അറിയാം. ദാറ്റ് ഈസ് ഹാഫ് mv സ്ക്വയർ ഒന്നും വേണ്ട, നമ്മൾ റൂട്ട് മീൻ സ്ക്വയറിന്റെ വാല്യൂ തന്നെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. √3RT ഡിവൈഡഡ് ബൈ m അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു VRMS സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോറി, ദിസ് ഇസ് VRMS. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, VRMS ഓഫ് argon divided by VRMS of chlorine, which is equal to √3RT by m of argon divided by √3RT divided by m of chlorine. √3RT പോയി. പിന്നെ ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 1/m argon, 1/m chlorine. സോ ഇത് എന്താണ്? റൂട്ടിന്റെ ഉള്ളിലാണ് വരുന്നത്. സോ ഞാൻ എഴുതുവാണ് √mCl divided by m argon. ഓക്കെ, ഞാനപ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്യുവാണ്, കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ സ്ക്വയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ VRMS ഓഫ് ആർഗൺ ഡിവൈഡഡ് ബൈ VRMS ഓഫ് ക്ലോറിൻ all square which is equal to MCl divided by m argon. And MCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70.9 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ആർഗന്റെ 39.9 ആണ്, which will give 1.77. ഇനി ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1.77ന്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VRMS ഓഫ് ആർഗൺ ഡിവൈഡഡ് ബൈ VRMS ഓഫ് ക്ലോറിൻ കിട്ടും. ക്ലിയർ അല്ലേ? ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 1.33 ആണ് കേട്ടോ. അപ്പം ഇനി ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ VQuizന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഓക്കെ അല്ലേ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഐ തിങ്ക് ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട്. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഓടിപ്പോയി ജോയിൻ ചെയ്തോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ടെലഗ്രാമിൽ നിങ്ങൾക്ക് നോട്ട്സും കിട്ടും. ആൻഡ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ മക്കളെ, ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. എന്താണ്? പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട് ഞങ്ങൾ തരും. നിങ്ങളുടെ എക്സാമിനൊക്കെ ഇനി കുറച്ച് ദിവസം, കഷ്ടിച്ചൊരു മാസമേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും ആ ഒരു ജേർണിയിൽ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് പറയാനുള്ളത് എന്താണ്? സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.